എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കോൾ അടിച്ചിരിക്കുകയാണ്. DA/DR കുടിശ്ശികയ്ക്ക് മുൻകാല പ്രാബല്യം അനുവദിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമായിട്ട് ലഭ്യമാക്കിയ DAക്ക് മുൻകാല പ്രാബല്യം നൽകി കുടിശ്ശിക അനുവദിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുകയാണ്. സർവീസ് പെൻഷൻകാരുടെ DR കുടിശ്ശികയും ലഭിക്കുന്നതാണ്. നേരത്തെ അനുവദിച്ച DA/DR ഗഡുക്കളെല്ലാം തന്നെ മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ട് കുടിശ്ശിക അനുവദിച്ചിരുന്നതാണ്. UGC AICTE മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്കീമിൽ ഉൾപ്പെട്ട അധ്യാപകർക്ക് ഉൾപ്പെടെ കുടിശ്ശിക ലഭിക്കുന്നതാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകേണ്ട മുഴുവൻ DAയും DRും ഇതിനോടകം തന്നെ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ അനുവദിച്ച DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായിട്ട് വിതരണം ചെയ്യുമെന്ന് മന്ത്രി KN ബാലഗോപാൽ ഇത്തവണ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തിൽ നിശ്ചയിച്ച കുടിശ്ശിക ഗഡുക്കളുടെ വിതരണത്തിനായിട്ടുള്ള തുക നിലവിൽ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 11ാം ശമ്പള കമ്മീഷന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ച 7% ക്ഷാമബത്ത 2021 ഏപ്രിൽ മാസത്തിലെ ശമ്പളത്തിനോടൊപ്പം തന്നെയാണ് വിതരണം ചെയ്തത്. തുടർന്ന് 5 തവണയായിട്ട് ഓരോ ഗഡു വീതം ക്ഷാമബത്ത അനുവദിച്ചിരുന്നു. തത്തുല്യമായിട്ട് ക്ഷാമ ആശ്വാസവും ലഭ്യമാക്കിയിരുന്നു. കുടിശ്ശികയായിരുന്ന 13% ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും ഈ ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് അനുവദിച്ചു. മുഴുവൻ DA/DRും അനുവദിക്കേണ്ട യഥാർത്ഥ കാലയളവ് കണക്കാക്കി മുൻകാല പ്രാബല്യം നൽകിയാണ് കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് വരുന്ന സാമ്പത്തിക വർഷം മുതൽ തന്നെ 8 ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുവാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.